നാടും നഗരവും ഇളക്കിമറിച്ച് LDF ബൈക്ക് റാലി. പാറശാല നിന്നും ആരംഭിച്ച് കഴക്കൂട്ടം വരെ 44 കിലോമീറ്റർ ദൂരത്തിൽ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയോടുകൂടി തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ തുറന്ന വാഹനത്തിൽ പര്യടനം ആരംഭിച്ചു. മണ്ഡലം കൺവീനർ രാവിലെ 8:30 പാറശാല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് മാങ്കോട് രാധാകൃഷ്ണൻ, DK ശശി, കള്ളിക്കാട് ഗോപൻ, അഡ്വക്കേറ്റ് അജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു വിളംബരമാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് പന്ന്യൻ സ്ഥാനാർത്ഥി കൂടിയായ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ചരിത്രത്തിൻ്റെ ഒരു ദൗത്യം, ആ ദൗത്യമാണ് ഈ തിരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അധികാര കസേരയിൽ ഇരിക്കുന്നവർ ഇതുപോലെ മോശമായ പ്രതികരണം നടത്തിയൊരു കാലമുണ്ട്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി മോഡി. എന്തും പറയാൻ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിരിക്കുക. അദ്ദേഹം മിനിഞ്ഞാന്ന് പ്രസംഗിച്ച പ്രസംഗം, അത് പറയുന്നത് അദ്ദേഹത്തിന് വല്ലതും മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തിന് എല്ലാ മതക്കാരെയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള പ്രധാനമന്ത്രി. അദ്ദേഹം ഒരു പ്രത്യേക സമുദായക്കാർക്കെതിരായ നിന്ദ്യമായ ഭാഷയിൽ സംസാരിച്ചു. അത് നമ്മുടെ നാട് പൊറുക്കില്ല. നമ്മുടെ നാട് കേരളം, നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സാണ്, ഇടതുപക്ഷ ജനാധിപത്യമാണ് കേരളത്തിൻ്റെ അഭിമാനം എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. സഖാവ് പിണറായി എത്ര മിതഭാഷയിലാണ് പറഞ്ഞത്. പക്ഷെ പ്രധാനമന്ത്രി ആ സീറ്റിന് യോഗ്യനല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും, ഇന്ന് രാവിലെ എന്നോടൊരു മാധ്യമം ചോദിച്ചു, ത്രികോണ മത്സരമാണല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് തോന്നി വിജയിച്ചേ തീരൂ. അതിനുവേണ്ടിയുള്ള യാത്രയാണ് ആരംഭിക്കുന്നത്. ആ യാത്ര ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് M. വിജയകുമാറാണ്. വിജയകുമാർ 2005 തെരഞ്ഞെടുപ്പിൽ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച അദ്ദേഹമായിരുന്ന കാര്യം ഓർമ്മിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പരമ